ഇന്ന് തക്കാളി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കാണിക്കുന്നത്. തക്കാളി കൂട്ടാൻ, തക്കാളി താളിച്ചെന്നൊക്കെ പറയും. ചപ്പാത്തിന്റെയും ദോശന്റെയും ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു 3 തക്കാളി ഇതുപോലെ വട്ടത്തിൽ മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 കാന്താരി മുളക്, ഇത്ര സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചട്ടിയിലേക്ക്, ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് ഒന്ന് നന്നായി പൊട്ടി വന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി എല്ലാം കൂടെ ഇട്ട് കൊടുത്ത്, ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആട്ടോ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കണ്ട, അപ്പോൾ പിന്നെ വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചതുക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരിമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കാന്താരിമുളക് ഇല്ലാന്ന് വിചാരിച്ച് കുഴപ്പമില്ല കേട്ടോ, മറ്റേ മുളകാണെങ്കിലും അതും ഉപയോഗിക്കാം, സാധാ പച്ചമുളകാണെങ്കിൽ അതും ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുകയാണ്. കുറച്ച് നേരം അടച്ച് വെച്ച് സിമ്മിലിടാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഒന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് സിമ്മിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയി. ഇപ്പം ഈ പച്ചമുളകൊക്കെ ഇടുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണമായിരുന്നു. ഞാനത് മറന്നുകൊണ്ടാണ് പിന്നെ ഇട്ടത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുക്കാവുന്നത് വരെ ഇവിടെ വെക്കുക. അപ്പോൾ ഇത് എനിക്ക് ഏകദേശം പാകത്തിനുള്ളതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ലോണം തക്കാളി ഉടയണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും തക്കാളി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു കറി ഇല്ലാന്നൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തക്കാളി ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.